ഇന്നത്തെ റെസിപ്പി ബാങ്കൺ ബർത്ത. കേട്ടിട്ട് പേടിക്കുകയൊന്നും വേണ്ട കേട്ടോ. ഇത് നോർത്ത് ഇന്ത്യൻ റെസിപ്പി ആട്ടോ. ഞാൻ പല രീതിയിൽ ഉണ്ടാക്കുന്നത് കണ്ടിട്ട് അതിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയിലാട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി ചെറിയ വഴുതനങ്ങ എടുത്തിട്ടുള്ള, പിന്നെ ഒരു സവാള എടുത്തിട്ടുണ്ട്, കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ ഞാൻ ചെറിയ ടൊമാറ്റോ ആട്ടോ എടുത്തിട്ടുള്ള, പിന്നെ കുറച്ച് വറ്റൽമുളക്, ഇത്ര എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ ടൊമാറ്റോവും അതുപോലെ തന്നെ ബ്രിഞ്ചാളും വറ്റൽമുളകും പിന്നെ നമ്മുടെ വെളുത്തുള്ളി ഇത്രയൊന്ന് ചുട്ടെടുക്കണം. ഇത് നമുക്ക് ഗ്യാസിൽ വെച്ചിട്ട് അടുപ്പിൽ വെച്ചിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ ചുട്ടെടുക്കാം, ഓവനിൽ വെച്ചിട്ട് ചുട്ടെടുക്കാം. അപ്പം ഞാൻ എയർ ഫ്രയറിൽ ഏറ്റവും എളുപ്പ രീതിയിൽ അങ്ങ് ചുട്ടെടുക്കുക കേട്ടോ ചെയ്യുന്നത്. അതിൽ ചിലപ്പം ഈ ബ്രിഞ്ചാൾ ചുട്ടെടുക്കാൻ കുറച്ചുകൂടെ ടൈം എടുക്കും. അപ്പം നമ്മൾ നോക്കിയിട്ട് ചുട്ടത് ആവുന്നത് മാറ്റണം കേട്ടോ. അപ്പം ഞാൻ എന്താ എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. നമ്മുടെ ബ്രിഞ്ചാളൊക്കെ ഇങ്ങനെ നല്ലതായിട്ട് ഉടച്ചെടുക്കണ്ട, അപ്പം നല്ല രീതിയിൽ വെന്ത് കിട്ടണേ. അപ്പം ഞാൻ ആദ്യം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വറ്റൽ മുളകും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ലേശം ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക കേട്ടോ. ഇത് അവർ കൂടുതലും ചപ്പാത്തിയുടെ കൂടെയൊക്കെയാണ് കഴിച്ചത്. ഞാൻ ചപ്പാത്തിയുടെ കൂടെ അല്ല കഴിച്ചിട്ടുള്ളത്, റൈസിൻ്റെ കൂടെ കഴിച്ചിട്ടുള്ളത്. എനിക്ക് റൈസിൻ്റെ കൂടെ ഭയങ്കര ഇഷ്ടപ്പെട്ട്. നമ്മൾ ചുട്ടരച്ച ചമ്മന്തിയൊക്കെ ഉണ്ടാക്കത്തില്ല, അതേ ടേസ്റ്റ് ആട്ടോ. ഈ കുഞ്ഞുള്ളിയൊക്കെ ഉടച്ച ചമ്മന്തി ഉണ്ടാക്കത്തില്ല, അതേ ടേസ്റ്റ് എനിക്ക് തോന്നി. ഒരിക്കലും നമുക്കിത് ബ്രിഞ്ചാളാണെന്ന് തോന്നുകയേ ഇല്ല കേട്ടോ. അപ്പോൾ ഉപ്പും വെളുത്തുള്ളിയും അതുപോലെ ചുട്ട വറ്റൽമുളകും കൂടെ നമ്മളൊന്ന് ചതച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രിഞ്ചാളിൻ്റെയും അതുപോലെ തന്നെ ഈ ടൊമാറ്റോയിലെയും തൊലിയൊക്കെ ഇങ്ങനെ ഇളകി വരും ഇത് ചുട്ട് കഴിയുമ്പം. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. അതുണ്ടെങ്കിൽ ഒരുമാതിരി ഇങ്ങനെ വല്ലാത്ത രീതിയിലൊരു കടി പോലെ ഉണ്ടാവും കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ തൊലിയെല്ലാം റിമൂവ് ചെയ്തിട്ട് ഇത് നന്നായിട്ട് ഉടച്ചെടുക്കണം. അപ്പോൾ കൈ കൊണ്ട് ഉടച്ചെടുക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഈ ടൊമാറ്റോ മാഷറൊക്കെ ഇല്ല അത് വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ അത് നിങ്ങൾക്ക് ശരിക്കും പറ്റുന്നില്ല, ജസ്റ്റ് ഒന്ന് മിക്സിയിൽ ഒന്ന് കറക്കി എടുക്കുക കേട്ടോ. ഒരുപാടങ്ങ് കറക്കി അരക്കല്ലേ കേട്ടോ. അപ്പം ഏറ്റവും നല്ലത് കൈ കൊണ്ട് ഇങ്ങനെ ഉടച്ചെടുക്കുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ വീഡിയോയിലായതുകൊണ്ട് മാഷർ വെച്ചിട്ട് ഉടച്ചെടുക്കുന്നത് ഏറ്റവും നല്ലത്. കൈ വെച്ചിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് എന്ന് വെച്ചാൽ നല്ല പേസ്റ്റ് പോലെ ഇതെല്ലാം കൂടെ ഒന്ന് ഉടച്ചെടുക്കണം. എന്നിട്ട് അതിനകത്തിലേക്ക് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ചതച്ച് വെച്ചിട്ടുള്ള വറ്റൽമുളകും ഉപ്പും അതുപോലെ തന്നെ വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചില്ല, അത് ആദ്യം ആഡ് ചെയ്ത് കൊടുക്കുക. അതിനകത്തിലേക്ക് ഞാൻ കുറച്ച് സവാള ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് അതിന് പകരം കുഞ്ഞുള്ളി വേണേൽ ആഡ് ചെയ്യാം, അതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. ഇത്രയും ഇടണമെന്നുമില്ല, കുറച്ച് കുഞ്ഞുള്ളി ആഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ കുറച്ച് മല്ലിയില കേട്ടോ കുഞ്ഞതായിട്ട് അരിഞ്ഞിട്ട് ആഡ് ചെയ്യുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി അതിനകത്തിലേക്ക് നമുക്ക് പുളിവെള്ളം ആഡ് ചെയ്യണം. ഞാൻ ഏകദേശം ഒരു ചെറുനാരങ്ങയുടെ അത്രയും അളവിലുള്ള പുളിവെള്ളം കേട്ടോ. ഇച്ചിരി ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുക. അതിനകത്തിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് ആഡ് ചെയ്തതേ ഉള്ളേ. ഞാൻ കുറച്ച് കൂടുതൽ വെള്ളം എടുത്ത് വെച്ചിരുന്നു, അപ്പോൾ എനിക്ക് അത്രയും വേണ്ടാന്ന് തോന്നിയിട്ട് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ പുളിയുടെ അനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഉപ്പും ഇതെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ, ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന്. എന്നിട്ട് അതിനകത്തിലേക്ക് ലേശം വെളിച്ചെണ്ണ ആഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. അപ്പോൾ ഈ സമയത്ത് ഞാൻ ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് ഉപ്പ് കുറച്ചും കൂടെ വേണമെന്ന് തോന്നിയിട്ട് ഞാൻ ലേശം ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഉപ്പോ പുളിയോ എന്തെങ്കിലുമൊക്കെ കുറവുണ്ടോ എന്ന് നോക്കുക കേട്ടോ. ഇത് അടിപൊളി ടേസ്റ്റ് ആട്ടോ. ഞാൻ അവിടെ കൊണ്ടുവച്ചപ്പോൾ തന്നെ ജീവൻ ഇത് പകുതി തീർന്നു. ഞാൻ ലേശം എടുക്കാൻ വേണ്ടി കൊണ്ടുവച്ചതാണ്, പക്ഷേ ജീവൻ അപ്പം തന്നെ പകുതി തീർത്തു. അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അടിപൊളി സാധനം.